അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എവിടേക്കായി കരിവെളുപ്പിന് മുന്നേ പോണത്? ഞമ്മളെ അത്തന്റെ കുഞ്ഞാലിക്കുട്ടി ദുബായിക്ക് പോവുക. നല്ല കോയും പത്തിരി ഉണ്ട് എന്നാ പറഞ്ഞേക്കണ്. ഓ എന്നോട് പറയാൻ പറഞ്ഞേക്കാരം. വളമ്പുമ്പോഴേക്ക് ഞാനവിടെ എത്തിക്കോളാം. അല്ല ഇതെന്തങ്ങനെ കൊത്തി വലിച്ചേക്കണ്? അങ്ങോട്ട് കടിച്ചു വലിച്ചൊന്നൂടെ. ഇനി ഇങ്ങനെ ഒരു ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിലേ കാലം കുറച്ച് പിടിച്ചു. ആദ്യമായിട്ട് ദുബായിക്ക് പോണ ആൾക്ക് എങ്ങനെ തിന്നാ പോകുക? അന്റെ വർത്താനം കേട്ടാലേ ഇജ് 10 പ്രാവശ്യം ദുബായിക്ക് പുറപ്പെട്ട മാതിരിണ്ട്. പാസ്പോർട്ട് എടുത്തിട്ടില്ല പാഹേ. നിർത്തിയോ? നമുക്ക് നമുക്ക് തിന്നാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇജ്ജ് സുന്നത്ത് കരിച്ചോ? ഉമ്മോനോട് പറഞ്ഞോ? ഓളെവിടെ? ഇരുന്ന് കരയണു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനി നമ്മള് കാണാം. അള്ളാന്റെ വിധി പോലെ കാണാം. خلقه سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. വലൈക്കും അസ്സലാം. സലീം ഭായി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതിന് ഞാനിന്ന് രാത്രിക്കത്തെ ഫ്ലൈറ്റിന് കുവൈത്തിലേക്ക് പോവും. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചെത്തും. കാശിപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ കാശി അങ്ങനെയൊക്കെ റെഡിയാക്കാം. വന്ന ഉടനെ ബന്ധപ്പെടാം. ഓക്കെ. എത്ര ലോഡുണ്ടെന്ന് പറഞ്ഞ്? 2 ലോഡോ? അത് നിങ്ങൾ ഇറക്കിയാൽ മതിയല്ലോ. ഞാൻ നാളെ എത്താം.
ആരിത് മമ്മാലിക്കേ? എവിടെ? കുറെ കാലമല്ലേ കണ്ടിട്ട്. അല്പം ബിസിയിലായിരുന്നു. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? തരക്കേടില്ലാതെ പോകുന്നുണ്ട്. അല്ല, പുതിയ ഷോറൂം തുറക്കുന്നുണ്ട് കേട്ടു. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ്. അതിലെന്തെങ്കിലും പണി ചാൻസ് ഉണ്ടെങ്കിൽ പറയുന്നുണ്ടോ? നമ്മുടെ റൂമിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഒരു മിനിറ്റ്. ബേബി, എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്? ഇവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മോൾ എന്തിയേ? മോള് ഉറങ്ങാണ്. ഞമ്മൾ അദ്ദുട്ടി അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഏതാ ദുട്ടി? നിങ്ങളെ ചെറിയ പെങ്ങളെ മാപ്പിള അദ്വേ. ഹലോ ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. അങ്ങനെ വരട്ടെ. അപ്പൊ ഇതിന്റെ കൊല്ലുള്ള പരിപാടിയല്ലേ? അത് ശരി. അപ്പൊ കുറ്റക്കാരൻ ഞാനായല്ലേ? ഒന്നാരന്റെ മമ്മാലിയെ ഈ കുന്ത്രാണ്ട് ഒന്നെടുത്ത് മാറ്റി തരണണ്ടാ. ആരെങ്കിലും പറഞ്ഞു തന്നെ ഈ വയസ്സ് കാലത്ത് ഇതിനൊക്കെ നിക്കാം? ഇനി കാബാറിലേക്ക് പോവാൻ നേരത്താ ജിമ്മെടുക്കല്. ഈ പറഞ്ഞൊക്കെ സമ്മതിച്ചട്ടാ. എങ്ങനെ ഇതൊക്കെ പാടെടുത്ത് ഈ മാനസന്മാര് പൊന്തിച്ച സലാമേ, ഈ യാത്ര ഞെളിഞ്ഞു നിൽക്കൊന്നും വേണ്ടട്ടോ. ഇതൊക്കെ ആർക്കായാലും ഉണ്ടാവും. പിന്നെ ആ പെണ്ണിങ്ങോട്ട് വിളിച്ചിരുന്നു. എന്താ ജോളി കൊണ്ട് കണ്ടിക്കണ്? വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൽ നിൽക്കരുതട്ടാ. എവിടുക്കാ പറ്റി പെട്ടിയും പ്രമാണക്കേട്ട്? കുവൈത്തേക്കോ അതോ മസ്കത്തേക്കോ? എന്റെ അളിയ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കണു. ഏത് നിമിഷം ഇവിടെ എത്തും? അതിനിപ്പ എന്തിനാ വെടി എന്നെ പന്നിനെ പോലെ പായാൻ നിക്കണ്? ഓനറിയോ ഇവിടെ താമസിക്കണെന്ന്? അത് നിങ്ങൾക്ക് എന്റെ അളിയനെ അറിയാത്തോണ്ടാണ്. അവൻ പുറപ്പെട്ടത് ഗൾഫിലേക്കാണെങ്കിലേ എത്തണത് എന്റെ അടുത്തായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അഥവാ അളിയനെങ്ങാനും തേടിപ്പൊടിച്ചപ്പെട വന്നാൽ ഇങ്ങളെ മമ്മാലി അറിയില്ല, മമ്മാലി നിങ്ങളും അറിയില്ല. അളിയാ
തോന്നിയതായിരിക്കും. ഇങ്ങോട്ട് നോക്കി നിന്റെ പൊന്നാരളിയാ. എന്നാ നീ വരുന്നുണ്ടെങ്കിൽ എന്നൊരു വിവരം അറിയിച്ചാ മതിയായിരുന്നില്ലേ? ഞാൻ എയർപോർട്ടിലേക്ക് വരുമായിരുന്നല്ലോ. അതൊന്നും ഇഞ്ഞു പറഞ്ഞിട്ട് കാര്യല്ല. ഭാഗ്യത്തിന് നിങ്ങൾ അറിയണ ഒരാളെ എയർപോർട്ടിൽ നിന്ന് കണ്ട് അതുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ടതാണ്. നിങ്ങളെ 2 നമ്പറിൽ ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി. വിളിക്കുമ്പോഴൊക്കെ പറയും ലാത്തിലെ മാത്തിലെ കൂത്തിലെ കാത്തിലെ ഹാ. മറ്റേ നമ്പറിൽ വിളിക്കുമ്പോൾ പറയും മുക്കാലമത്തി കലാമത്തി കിലാമത്തി കുലാമത്തി ഹാ. എന്ത് ഹാളിയാ. ആളിയന് മാനേജർമാരെ വെക്കുമ്പോൾ മലയാളം അറിയുന്ന ആളുകളെ വെച്ചൂടെ? ആ അറിവ് പറയണമെന്ന് വെച്ചാൽ മനസ്സിലായില്ല. വാ പോരെ പോരെ. ആ പെട്ടിയൊക്കെ എടുത്തിട്ട് പോന്നോ? എന്നാ പെട്ടിയൊക്കെ എടുത്തിട്ട് പോരെ. അതാരാ? അളിയാ അതിന്റെ ഭാഗയിലെ അളിയം. ഞാന്റെ അളിയനും വരാൻ നിക്കണ്ട അളിയ. നമ്മൾ അത്താക്കാന്റെ കുഞ്ഞാലിക്കുട്ടിയായി. ചെലപ്പം ബോംബെന്ന് തന്നെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അജാതി കരച്ചിലല്ല ഓള് കരഞ്ഞിക്കട്. വരും. ഞാൻ ഇന്ന് ഏതായാലും പോകുന്നില്ല. ആ പെട്ടിയൊക്കെ വെച്ചോളി. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരാം. ഏതോ ഒരു എക്സ്പയർ ആയ സാധനം ഇവിടെ കിടക്കണോ? അച്ഛണ്ടാകല്ലടാ, കാര്യപ്പെട്ട വല്ല അറബിയായിരിക്കും. ആരാ? എന്താ? ആരാ? മാമാലിന്റെ അളിയന്മാരാ? മാമാലിനെ ഞാനും അറിയില്ല, മാമാലി ഇനി അറിയില്ല. ഉണർന്നോ? ഈ കോയാക്ക് ഇങ്ങനെ തന്നെയാണ്. ഉറക്കമുണർന്നാ മൂപ്പര് എന്തേലും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളതൊന്നും കാര്യാക്കണ്ടല്ലോ. മുഖം നിനക്ക് എഴുതി വരിക, അപ്പൊ ഒക്കെ ശരിയായിക്കോളും. ഇന്നലെയും കൂടി പറഞ്ഞിട്ടുള്ളൂ ഈ നല്ലോനാണ്, സമർത്ഥനാണ്, അന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്നൊക്കെ. ഒന്നും പോലും തന്നേ. മുങ്ങണില്ലേ? ഈ പൊങ്ങണ്ട പോരണ്ട വരുന്നുണ്ടോ? അവനാരാ? വലിയ പെട്ടിയാണല്ല. ഇങ്ങോട്ട് പോരും തന്നേ. കണ്ടില്ലേ, ആളിയ നിന്നെ പണ്ടേ വലിയ കാര്യം. എന്തേ? സ്വപ്നത്ത് പോലും വിചാരിച്ചിട്ടില്ല അവൻ ഇത്ര പെട്ടെന്ന് വരുന്ന്. അവനെങ്ങാനും ഇവിടെ നിന്നാ അതോടെ തീരും എല്ലാം. അല്ല, അനക്ക് എത്ര അളിയന്മാരാ? അളിയനൊക്കെ ഒന്നെന്നുള്ളൂ. അപ്പൊ മറ്റോനോ? അത് ഓന്റെ അളിയൻ. അത് ശരി. ആരും പറമ്പോ പാലുണ്ണിയോ? അല്ല, അനക്കിപ്പോ എന്താ വേണ്ട? ഓലപ്പെടുന്ന പുറത്താക്കണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു.
ആരോടാ കളി? കോയാനോടെ, അതും 77 കോയാനോടെ. ഏതായാലും ഞാൻ ഓലെ പേട്ടി വന്നാൽ പോയോക്കട്ടെ. നാട്ടിൽ നിന്ന് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊണ്ടുവരണം. എന്തിനാ മക്കളെ ഇതൊക്കെ പാടെ കെട്ടി അഴിച്ചോണ്ട് കൊടുന്നേക്കണ്? ഇവിടെ കേട്ടാത്ത വല്ല മുതലുണ്ടോ? അതിന്റെ കാര്യം ഒന്നും പറയണ്ട. ഇന്റെ പോരല് വളരെ പെട്ടെന്നായിരുന്നല്ലോ. അതിന്റെ ഇടയിൽ എപ്പോഴാ പെരക്കാര് കോയും പത്തിരി ഉണ്ടാക്കിന്ന് അറിയില്ല. പേട്ടി കേട്ടാ നേരത്തെ ആലിയന്റെ പേരേന്ന് കൂട്ടം ബിരിയാണി. ചുരുക്കി ഏ പോയോ? പൈപ്പ് മാറൂല മമ്മാലിയെ, പത്തിരി ചുട്ട് പെട്ടിമ വെച്ചാൽ പൈപ്പ് മാറൂല മമ്മാലിയെ, പൈപ്പ് മാറൂല മമ്മാലിയെ, മമ്മാലിയേ. എന്റെ അളിയ സ്നേഹമുള്ളോനാട്ടോ. ഓൻ എന്തൊക്കെയാ കൊടുന്നിക്കണ്? കോയി, പത്തിരി, പോരാത്തിരി അന്റെ പെണ്ണുകൾ കൊടുത്തയച്ച കൂട്ടം ബിരിയാണി. നമുക്കൊരു കാര്യം ചെയ്യാ, കോയി പത്തിരി ഇപ്പൊ തിന്ന, ബിരിയാണി നമുക്ക് വൈകുന്നേരത്ത് കാക്കാം. ഞാൻ പോയിട്ടേ ആ കോയി അതൊരു ചൂടാക്കാം. പത്തിരി ചുട്ട് പട്ടിമ വെച്ചാൽ പൈപ്പ് മാറൂല മമ്മാലിയെ, പൈപ്പ് മാറൂല മമ്മാലിയെ. എവിടെ ഇരിക്കണത്? ഇവിടെ ഇരിക്കാണോ? ഇതിന് വെച്ച തേകയോ കുറച്ചുകൂടി വലിയ പാത്രമാക്കാം. എന്നിട്ടങ്ങോട്ട് മരിച്ചിട്ട ദിവസമാണ്. മുറ്റത്തെ കൂയെ ചൊല്ല് കാലത്തെ അന്നെ തിന്നാൻ കൊണ്ടു മമ്മാലിന്റെ അളിയൻ. ചുരുക്കി പറഞ്ഞാലേ ഞമ്മളെ പ്ലെയിനല്ലേ, എയർപോർട്ടിൽ വന്നു നോക്കുമ്പോ ഒരു 5-8 മണിക്കൂർ ലേറ്റ്. ടയറ് പഞ്ചറായതാന്ന് തോന്നുന്നുണ്ടേ. കുറച്ചേരൊക്കെ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു നിന്നു. പിന്നെ കൊടലും കിട്ട് കരിയിൽ തുടങ്ങിയില്ലേ. എന്റെ അളിയെ നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഒക്കെ മനസ്സിലായിക്കോളും. പെട്ടിയും കിട്ട് തുറന്നിട്ടേ ആ കോഴി പത്തിരി കൂട്ടം ബിരിയാണി ഒക്കെ പാട്ടം കിട്ട് പുറത്തേക്കിട്ട് എടുത്തിട്ടേ ഞങ്ങളൊരു 5-6 ആൾക്കാര് കൂടി തിന്നിട്ടേ ഇനി കുറച്ച് മാങ്ങ ഉണ്ട്. മാങ്ങ വേണ്ട, നിങ്ങളെന്നെ തിന്നല്ലേ. അല്ലതോ കുറച്ച് മാങ്ങ ഉണ്ട് പറഞ്ഞില്ലേ? അത് നാടൻ മാങ്ങ അതോ വേണ്ട മാങ്ങ? ഏതൊരു മാങ്ങ? മാങ്ങ മാങ്ങ എന്തൊക്കെ പൂതിയായിരുന്നു. പത്തിരി കോഴി ഇറച്ചി പോയി. ആർത്തി പറഞ്ഞാറ് അതൊന്ന് ഓന്റെ കുളി ഞാനിപ്പൊ കാണിച്ചു കൊടുക്കാം. അത് കുളിച്ചാൽ നിൽക്കണ്ട്. ഞാൻ ബേബ് പൂട്ടി. ഓന്റെ കുളി നരി ആരോടെ കളി? ഓന്റെ മാങ്ങ ഓന്റെ പേട്ടി പറവാടൊക്കെ എടുത്ത് പുറത്ത് ചാടൂലേ? ആരോടെ കളി? കോയാനോടെ, അതും 77 കോയ. എന്നെ കോയാക്ക, നാട്ടിൽ ഓരോരുത്തർ പറയും ഇവിടുത്തെ വെള്ളത്തിൽ ഉപ്പാണ് പഞ്ചാരാണ് എന്നൊക്കെ.
എന്നാ അത്രയും നല്ല വെള്ളം നാട്ടിൽ നമ്മളെ കിണറ്റിലും കൂടി കിട്ടൂല കേട്ടോ. എന്താ വെള്ളം? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആരാത്? മെയ്തീൻ കുട്ടിയോ? എന്താ മെയ്തീൻ കുട്ടിയെ, ഇജ്ജ് വല്ല കച്ചവടം തുടങ്ങാൻ പോകേണ്ട പരിപാടി ഉണ്ടാവും? അല്ല ആചാര്യ, ഞാൻ ഞായറാഴ്ച നാട്ടിൽ പോണെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞാലും പറഞ്ഞു, ഇനി ഇത് ആരോരോടും പറഞ്ഞ ഇജ്ജ് വാങ്ങിയ സാധനം പഞ്ഞിയാക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ തരേണ്ടി വരും. എന്തേ? ആ ആ എനിക്ക് കുറച്ച് റൊട്ടിയും ചൂപ്പിനെ. അലവിയെ കോയാക്കാക്ക് ലെസൺ റൊട്ടിയും ചുപ്പിനെ. അങ്ങക്ക് എന്താ ഉണ്ട്? എനിക്ക് ഇനി ഒരു കാർട്ടൂൺ പെട്ടി, ഈ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനാ. ഒരു 10 ദീർഘം കൊടുത്ത് ഒരു പെട്ടി വാങ്ങിക്കൂടെ കുട്ടിയെ? ഇതാണ് നമ്മുടെ ആൾക്കാർക്കുള്ള കുഴപ്പം. ഒട്ടകം ചോരുന്നത് കാണൂല, കാരൊക്കെ ചോരുന്നത് കാണും. അല്ല കോയാക്ക, ആന ചോരുന്നത് കാണും, അടക്ക ചോരുന്നത് കാണൂല, അങ്ങനല്ലേ ചൊല്ല്? അത് നാട്ടില്, ഇവിടെ ഒട്ടകവും കാരക്കയും. അല്ല, എടുത്തുണ്ടോ റൊട്ടിയും ചുബിനെയും? അലവിയേ, അലാവിയും ജോബിനെയും കുറച്ച് മതി. റൊട്ടി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. എത്താ കോയാക്കെന്ന അവിടെ പരിപാടി? ഇന്ന് നമ്മളെ റൂമിൽ 2 ഗസ്റ്റ് ഉണ്ട്. പടച്ചോനെ, 2 ഗസ്റ്റിന് അലാവിയും ചുപ്പിനോ? എന്തേ പോരെ? എന്നാ എന്റെ മകൻ 2 കോയാണ്ട് എടുത്തടാ. മതി മതി മതി, എമ്പാടും മതി. ആരോടാ കളി? കോയാനോട്, അതും 77 കോയ. രാവിലെ തന്നെ ഓരോ ബാലി മണ്ടി കയറി ഒരു മനുഷ്യനെ സ്വീപ്പാക്കാൻ വേണ്ടിട്ട്. അല്ലതോ ഈ വെള്ളം തന്നെ ഉള്ളോ? ഇവിടെ വെപ്പും തീനൊന്നും ഇല്ലേ? അല്ല, അനക്കിപ്പ എന്ത് ഫുഡാ വേണ്ടത്? ചൈനീസോ അതോ അറേബ്യൻ ഫുഡോ? എന്ത് പണ്ടാരായാലും വേണ്ടില്ല, ഈ പള്ള ഒന്ന് നിറഞ്ഞാ മതിയായിരുന്നു. എന്നാലേ ഞമ്മക്കുള്ള ഫുഡും കൊണ്ട് അളിയൻ വരും. ഇനിയിപ്പൊ ഈ അളിയൻ എനിക്കും വേണ്ടി പൈസ ലാക്കണോർത്ത് യാതൊരു ശ്രദ്ധയും കണക്കും ഉണ്ടാവൂല. ഇനി കണ്ണി കണ്ടൊക്കെ പാടെ വാങ്ങി കൂട്ടി വരുമോ നാവോ. കൊടുന്ന കാണാം. തിന്നടാ, തിന്നോളിയും. വള നിറച്ചാണ് തിന്നോളിയും. ഞങ്ങൾക്ക് ഏതായാലും ഇതൊന്നും പറ്റൂല. ഒരാൾക്ക് സുക്കർ, മറ്റേ ആൾക്ക് കൊളസ്ട്രോള്. ആ പിന്നെ ഞാൻ ഏതായാലും പുറത്തു പോകാണ്. നിങ്ങൾ തിന്ന് കടന്നോളിയും. വരാൻ കുറച്ച് നേരം വെക്കും. എന്ത് ഫുഡാത്? ഇതൊക്കെ ഇവിടുത്തെ വലിയ വലിയ അറബിയാള് തിന്നണ ഫുഡാ. എനിക്ക് മനസ്സിലായോ? തിന്നോ.
അതോ എനിക്ക് തോന്നിയില്ല ഇത് ഇവിടുത്തെ വിലപ്പിടിച്ച ഫുഡാണ്. അളിയ ഞമ്മക്ക് സ്പെഷ്യലായിട്ട് കൊടുത്തയച്ചതാണ്, തിന്നോട്. സാധനൊക്കെ നല്ല തന്നെ ആവും. എനിക്കിത് തൊള്ളീക്ക് അങ്ങോട്ട് വെക്കാൻ പറ്റണില്ല. അതോ വല്ല ഇറച്ചിയും പൊറാട്ടയും കിട്ടണമെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാണ് മോനെ പൂട്ട്. പുട്ടോ? ഇത് പൊറാട്ടല്ലേ? പോരാട്ടല്ലടോ, പൂട്ട്. ഞാൻ ഓൽക്കിട്ട് പൂട്ടിയ കത്തിരി പൂട്ട്. ഓല് ഞാൻ റൂമിൽ നിക്കണത് എനിക്കൊന്ന് കാണണം. പള്ളക്കണ്ട് പയിച്ചാലേ ഏത് മനുഷ്യനും പുറത്തേക്കണ്ട് ചാടൂലേ. ആരോടാ കളി? കോയാനോടെ, അതും 77 കോയാനോടെ. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട, ആ ബില്ല് ഇങ്ങോട്ട് എടുത്തോ. പിന്നെ 2 ചില്ലി ചിക്കൻ കൂടി ആയിക്കോട്ടെ. ചിലപ്പോ നമുക്ക് രാത്രി തിന്നാൻ പറ്റിയില്ലെങ്കിലോ. രണ്ടാൾക്ക് 85 ദിർഹോ. അനക്കെന്താ കുട്ടിയെ, തലക്ക് സുഖല്ലേ? അപ്പൊ ഈ ഇരിക്കണതോ? അവിടെ ആളോ? അല്ല, ഓല കാണാനല്ലോ. നീ കടന്നോ? ആ, യാത്രാക്ഷീണം കാണും, ചിലപ്പോ കടന്നിട്ടുണ്ടാവും. കേക്കണോ? ഓല് പേയ്ക്കൊടുന്നാ തോന്നണ്. ഓല പേട്ടി കൂട്ടി ഒന്നും ഇവിടെ കാണാല്ല. ഈ എന്താ പറ്റി കരുതിക്കണത്? ആരോടാ കളി? കോയാനോടെ. ഇവിടെ വെളിച്ചം തിരിച്ചൊന്നുമില്ലേ? മത്സര ഓർക്കാൻ വരി മത്സരേ. ഈ ജന ഫോണ് കാടുക. ഇതില് കാശ് കുറവാ. കായിന്റെ ആവശ്യമൊന്നുമില്ലേ. എനിക്ക് ഈ ഫോണിനോട് 2 വർത്താനം പറയാനാ. ഓല ഉറക്കൊക്കെ അപ്പ ശരിയാക്കി തരാ. ആരോടാ കളി? കോയാനോടെ, അതും 77 കോയാനോടെ. ഉറങ്ങിയടാ. ഹലോ ഹലോ, ആരാണ്? ഞാനാണിതേ, കോയനെ. ഉറങ്ങാണെന്നോ? ആ, ഉണരണുള്ളൂന്നോ? ആ, ഉണർന്നിട്ട് ആ. എന്തിനാണെന്ന് അറിയില്ല, കോയാക്കാണ് അല്ലളിയാ, ഞങ്ങള് വന്നിട്ട് നിങ്ങള് വീട്ടിലേക്ക് വിളിച്ചോ?
നിങ്ങൾ വന്നപ്പോ മുതൽ ട്രെയിൽ തുടങ്ങിയതാ കിട്ടണ്ട. ആ അതിന് നാട്ടിൽ അങ്ങനെ തന്നെയാണ്. പകൽ വിളിച്ചാ കിട്ടൂല, രാത്രി അടിക്കുന്നുണ്ട്. ഹലോ, ആ ഇപ്പയാണോ? ഞാൻ അദ്വാണേ ഗൾഫിന്ന്. ആ നേരെ വെളുക്കുമ്പോ പടത്തി. ഇക്കാക്കന്റെ അടുത്തൊന്നല്ല, അളിയന്റെ റൂമിലാ. സുഖാണോന്നോ? സ്വർഗത്തിലല്ലേ? വലിയൊരു പെര, അതിൽ അളിയനും പിന്നെ വയസ്സായൊരു തന്തിയുണ്ട്. ചൂടൊക്കെ ഉണ്ട്. അതിന് ഞങ്ങൾ എ സിയിലല്ലേ, AC-ല്. പിന്നെ ഇവിടെ വണ്ടിയിലും എ സിയാ. ഇനിയിപ്പോ ഓഫീസിൽ ഐസ് അയക്കാരം, ഐസ് എടുത്തു. ആക്കം പോലെ വിളിച്ചാ മതി. അമ്മയാണോ? സുഖാണോ? പണി കേറിക്കണോന്നോ? ശമ്പളം പഠിച്ചാൻ പോവല്ലേ? 2 ദിവസം കൂടി കജ്ജട്ടെ. പിന്നെ നാളെ ഇതേ നേരത്ത് വിളിച്ചുണ്ട്. അപ്പൊ അയലോക്കത്തുള്ളവരൊക്കെ വിളിച്ചോണ്ടു എല്ലാരോടും വർത്താനം പറയാം. കുട്ടിയുടെ ഓളുറങ്ങിയോ? ഉറങ്ങിയിട്ടില്ലേ? ഇന്ന് ഓളെടുത്തു കൊടുക്ക്. കുട്ടിയാണ്. എന്നാ കുട്ടിയാ? കുട്ടിയാണോ? ഇത് ചെയ്താക്കുവാണേ. എന്താ കുട്ടി ഉറങ്ങാത്തു? ഞാൻ ഉറങ്ങിക്കാണി. ഞാനൊരു പാട്ട് പാടിത്തരാം. ഉരുരു കുഞ്ഞാളെ ഉറങ്ങിക്കോ കുഞ്ഞാളെ. മുണ്ടിനില്ലേ? ഓളുറങ്ങിയിട്ടുണ്ടോ? അതാ മുണ്ടാത്തേ. അതല്ല, ഇപ്പോണ് മുണ്ടണില്ല. മുണ്ടൂലേ? എങ്ങനെ മുണ്ട? കൊറേ നേരായില്ലേ മുണ്ടൽ തുടങ്ങിയിട്ട്. നിസാറേ, മമാലിക്ക, നിങ്ങൾ മേലെ പോയിരിക്കേ, ഞാൻ ഇപ്പൊ വരാം. സർ, സമീറിനോടൊന്ന് വരാൻ പറയാം വേഗം. സലാമലൈക്കും. വലൈക്കും സലാം. ഇരിക്കും. എങ്ങനുണ്ട്? കാണാൻ കുഴപ്പമില്ല, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. എന്തുകൊണ്ടും നിങ്ങൾക്ക് യോജിച്ച ബന്ധ. പിന്നെ ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചതുകൊണ്ട് കുടുംബഭാരം മുഴുവൻ അവന്റെ തലയിലാ. അതുകൊണ്ട് പണത്തിന് അല്പം കുറവുണ്ടെന്നേ ഉള്ളൂ. അതേതായാലും നിങ്ങളടുത്തുണ്ടല്ലോ. പിന്നെ 5 നേരം പള്ളിയിൽ പോയി അള്ളാഹുവിനെ ഭയപ്പെട്ട് നടക്കുന്നവനാ. അത് തന്നെയല്ലേ വലിയ മുതല്. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ച് വലിയ വലിയ മുതലാളിമാരെ മക്കളെ കിട്ടിക്കൂടാന്നില്ല. പക്ഷേ അവൻ 5 നേരം ബാറിൽ പോകുന്നവനാണെങ്കിലോ? ഭാവിയിൽ അവന്റെ വീട്ടിലെ മുതലും നിങ്ങളുടെ വീട്ടിലെ മുതലും ഒന്നും തികയില്ല അവനും സുഹൃത്തുക്കൾക്കും സ്വർഗലോകത്തിലൂടെ സഞ്ചരിക്കാൻ. നിസാർ സമർത്ഥന.
അതുകൊണ്ടല്ലേ എന്റെ പകുതി ഭാരം അവനെ ഏൽപ്പിച്ചത്. പിന്നെ സാമാന്യ ശമ്പളവും ഞാൻ കൊടുക്കുന്നുണ്ട്. ജോലിയാണെങ്കിൽ 8 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാ വേണമെന്നുണ്ടെങ്കിൽ നസീമാനെ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യാം. എന്നാ പിന്നെ ഞാനിനി ഒന്നും ആലോചിക്കുന്നില്ല. ബാക്കിയെല്ലാം പടച്ചോന്റെ വിധി പോലെ നടക്കട്ടെ. എന്നാ പോട്ടെ. എന്താ നിന്റെ തീരുമാനം? അല്ലെങ്കിൽ തന്നെ താങ്ങാൻ കഴിയാത്ത ഭാരായിട്ടാ ഞാൻ നടക്കുന്നത്. ഇപ്പൊ കോയാക്ക മാത്രല്ല, റൂമില് അളിയനും കൂടി ഉള്ളതാണ്. അവളെങ്ങാനും അവിടെ കേറി വന്ന നിനക്ക് കഴിയില്ലെങ്കിൽ പറ, ഞാൻ തന്നെ അവളോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞോളാം. മമാലിക, പെണ്ണാണ് ജാതി. ഏത് രഹസ്യവും ഒരു നിമിഷം കൊണ്ട് പുറത്തു വിടും. ഏതായാലും ഞാനൊരു നല്ല കമ്പനിയിൽ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ശരിയാവും. അതോടെ അവൾ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. അല്ല, നിസാർ പോയോ? ഓ നേരത്തെ പോയിക്കണല്ലോ. അല്ല മുസ്തഫ, ഈ നിസാർ എന്തിനാ എന്നും പണി മാറ്റി പോകുമ്പോ ടയ്യോ കെട്ടി ഡ്രസ്സും മാറ്റി പോണത്? അതെ, ഓന്റെ ആദ്യത്തെ കമ്പനിയിലെ യൂണിഫോമാ. ആ പണി പോയ കാര്യം ആരും അറിയണ്ടെന്ന് വെച്ചിട്ടാ. പ്രത്യേകിച്ച് ഓന്റെ പെണ്ണുങ്ങള്. ഓള് വലിയ കായ്ക്കാരത്തെയാണ്. പാവം. ആഹാ, ഇന്ന് ഉറങ്ങിയിട്ടില്ലേ? നേരം വൈകിട്ടാ വരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെന്നില്ല നിങ്ങക്ക്? മറ്റുള്ള ഫാമിലിയെ കൂടെ കെട്ടിയിരുന്നായിരുന്നോ? ഞാൻ കാരണം അവരുടെ ഷോപ്പിംഗ് കൂടെ മുടങ്ങിയില്ലേ? എന്നും ഇങ്ങനെ തെണ്ടി നടക്കാൻ എനിക്കിപ്പോ സമയമല്ല. കല്യാണം കഴിഞ്ഞതിന് മുമ്പേ എന്തൊക്കെയാന്ന് എന്റെ ഉപ്പാ കൊടുത്ത വാക്ക്? മോളെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, പൊന്നുപോലെ നോക്കും. ഇപ്പൊ പൊന്നു പോയിട്ട് ചെമ്പ് നോക്കണ കണ്ണോടുകൂടി നോക്കുണ്ടോ? കൂട്ടിലിട്ട കിളിയെ പോലെ കഴിയാനൊന്നും എന്നെ കിട്ടൂല. നസിയ, ഒന്ന് പതുക്കെ കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ കേക്കും. ഈ അറബികൾക്ക് നമ്മൾ ഈ കടകട വർത്താൻ ഒന്നും സഹിക്കൂല. അതുകൊണ്ട് ഒന്ന് പതുക്കെ പറ. എല്ലാത്തിനും കാരണം ആ മുതലാളി ഉണ്ടല്ലോ, മമ്മാലി. അയാളാണ് എന്റെ ഉപ്പാനെ ഈ കെണിപ്പെടുത്തിയത്. കരീമാജിയെ നാട്ടില് സ്ഥിരമായി നിൽക്കാൻ പോയതൊന്നല്ലോ. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു തരാം ഞാൻ.